മിച്ചറല്ലായിരുന്നു മേടിച്ചിട്ട് ഇത് പൂജപ്പുര അവിടെ ഒരു ബേക്കറിന്ന് ഏട്ടൻ വന്നപ്പോ വാങ്ങിച്ചിട്ടുണ്ടാ നല്ല ടേസ്റ്റ് ഇല്ലേ. സാധാരണ മിച്ചർ ഈ ക്ലീറ്റോ മേടിച്ചിട്ടുണ്ട് ബാബുച്ചേന്റെ കടയിൽ നിന്ന്. അയാൾ ഇതെല്ലാം കൂടി എടുത്ത് വെയിലത്ത് കൊണ്ടുവന്ന് വെക്കും. എന്നിട്ട് ആ വെയിലത്തിരുന്ന് കനച്ച് പ്ലാസ്റ്റിക്കിന്റെ ഉള്ളിൽ നിന്ന് ഇതായിട്ടല്ലേ വന്നതോ ഒരു രുചി ഉണ്ടാവില്ല. ഇത് പക്ഷെ ഇതേ ലൂസായിട്ട് വാങ്ങിച്ചത് ചേച്ചി, പാക്കറ്റ് അല്ലെന്ന് തോന്നുന്നു. ഇങ്ങനെ വലിയ വലിയ പാത്രത്തിൽ വെക്കൂലേ. ഇത് കൊള്ളാം. നല്ലോണം കപ്പലിന്റെ ഒക്കെ ഉണ്ടല്ലേ. എനിക്കിതിങ്ങനെ കട്ടൻ ചായ ഇട്ട് കുടിക്കണത് ഇഷ്ടം. എനിക്കത് ഇഷ്ടമല്ല. എനിക്കിഷ്ടം കട്ടൻ ചായ ഇട്ട് കുടിക്കണത്. എനിക്ക് അരി വറുത്തത് ഭയങ്കര ഇഷ്ടം. നിനക്ക് ചായ വേണ്ടായിരുന്നോ? ശർമ്മള ഞാൻ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളടുത്ത് പറഞ്ഞാൽ നിങ്ങൾക്കത് ഉത്തരവാദിത്തമായിട്ട് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ ജോലി മതിയാക്ക്. ആ പിന്നല്ലാതെ എല്ലാത്തിനും ഓരോ എക്സ്ക്യൂസ്. അതെന്തിനാണ് അങ്ങനെ? ഞാനിത് ധർമ്മത്തിനല്ല ഈ സ്ഥാപനം നടത്തണത്. അതെ, വിപിനെ വിളിച്ചോ? എന്ത് പറഞ്ഞു? പൈസയുടെ കാര്യം എന്ത് പറഞ്ഞു? എന്നെ വിളിക്കാന്ന് പറഞ്ഞപ്പോ അതങ്ങ് കട്ട് ചെയ്തോ? ശർമ്മിളയുടെ ഉത്തരവാദിത്തല്ലേ ഇത്? ഞാൻ വിളിച്ചോളാം. ഇങ്ങനെയാണോ പലവന്റെയും പലത് ഉരച്ചെടുക്കേണ്ടി വരും. കഷ്ടമാണ്. മുഖത്തെന്താ ഒരു വൈക്ലഭ്യം പറയണ്ട ഓരോ കാര്യങ്ങളെ. എന്താന്ന് ഒരു സ്ഥാപനം നടത്തിക്കൊണ്ട് പോണതേ. നിങ്ങൾക്ക് മിച്ചർ സൂചിച്ച് ഇവിടെ ഇരുന്നാൽ മതിയല്ലോ. ബാക്കിയുള്ള ടെൻഷൻ നിങ്ങൾക്ക് അറിയണ്ടല്ലോ. ഓരോരുത്തന്മാർ ഓരോ കാര്യങ്ങൾ ചെയ്ത് പൈസകൾ സമയത്ത് തരേയില്ല. പൈസകൾ എന്തിനാ ഓരോരുത്തർക്ക് കൊടുക്കുന്നത്? എന്റെ തരാൻ പറഞ്ഞില്ല. ഹലോ, അത് കൊടുത്ത പൈസ അല്ല ഇങ്ങോട്ട് തരാനുള്ളത്. ഹലോ വിപിൻ എന്താണ് വിപിന്റെ ഉദ്ദേശം? എന്തെന്ന്? അപ്പൊ ഞാൻ കുറ്റക്കാരനായി. നിങ്ങൾ രജിസ്ട്രേഷന്റെ പൈസ പോലും തന്നിട്ടില്ല. നിങ്ങൾക്കാണ് ഞാൻ ഒരു ജോലി ഉണ്ടാക്കി തന്നത്. എന്നിട്ടിപ്പോ എൻ്റെ അടുത്ത് സംസാരിക്കുന്ന വിപിനെ, അത് എവിടുത്തെ മര്യാദയാണ്? അങ്ങനെ ആ രീതിയിൽ സംസാരിക്കല്ലേ. എന്നോട് സംസാരിക്കല്ലേ വിപിനെ. ഞാൻ ഇത് ഒരുപാട് കളിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നേക്കണത്. നിനക്ക് ഞാൻ ആരാന്ന് നീ ആദ്യം ഒന്ന് അന്വേഷിക്കണം. എന്റെ പാസ്റ്റ് ഒരു സംഭവം ഉണ്ട്, നീ അതൊന്ന് അന്വേഷിക്കും. മര്യാദക്ക് പൈസ എനിക്ക് നാളെ കിട്ടണം. നീ കളിക്കരുത്, ഇല്ലെങ്കിൽ നിന്നെ ഞാൻ കളി പഠിപ്പിക്കും. നേരം വെളുക്കുമ്പോ നിന്റെ വീട്ടിന്റെ ഫ്രണ്ടിൽ പോലീസ് ജീപ്പ് വന്ന് നിൽക്കും. എന്റെ അളിയ ഇവിടുത്തെ SI ആണ്, സ്റ്റേഷൻ SI. അതെ, അതിന്റെ ഊപ്പാടി വരെ നിന്നെ അകത്ത് പൊക്കിട്ട് ഇടിക്കുകയും ചെയ്യും. കളിക്കുന്ന എടാ വിപിനെ, ഞാൻ പേടിപ്പിക്കണല്ലോ. ഉള്ള കാര്യം തന്നെ പറഞ്ഞത്. ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞാൽ ചെയ്യും, അത്രേ ഉള്ളൂ. നിന്നോടൊക്കെ മര്യാദയുടെ ഭാഷയിൽ ഞാൻ സംസാരിച്ച് കഴിഞ്ഞു കേട്ടാ. അതുകൊണ്ട് നീ കൂടുതൽ കളിക്കണ്ട. രണ്ടിലും തീരുമാനം എനിക്ക് നാളെ അറിയണം. കളിക്കുന്നു റാസ്കൽ. പിന്നല്ലാണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്തു കൊടുത്താൽ അതിന് നമ്മൾ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അതനുസരിച്ച് നമുക്ക് കിട്ടാനുള്ള പൈസ തരണ്ടേ സ്ഥാപനത്തിന്? ഞാൻ പിന്നെ ശമ്പളം തന്നെ ഞാൻ ചക്കക്കുരു പുഴുങ്ങി കൊടുക്കണ്ടേ? എനിക്ക് വാടക കൊടുക്കണം. ഒന്ന് കളിക്കണമേ. എന്നിട്ട് മോടാ എൻ്റെ അടുത്ത് ഞാൻ വെച്ചിട്ടുണ്ട് അവന്. ഒന്നും വേണ്ട, ഞാൻ ചായ എടുക്ക്. മനുഷ്യൻ തലവേദന എടുത്ത്. എനിക്കത് വേണ്ട, എനിക്ക് പാൽ ചായ വേണം. ഞാൻ ധർമ്മത്തിനാണല്ലോ ഇതൊക്കെ തുറന്നു വെച്ചോണ്ടിരിക്കുന്നത്. കുറച്ച് കൊണ്ടുപോയിക്കോ. നീ മതിയാ? ക്ലീറ്റസ് മത്തായിയുടെ വീടാണേത്. ഒന്ന് വിളിക്കൂ, എനിക്കൊന്ന് കാണണം. ക്ലീറ്റോ ചേട്ടനെ തിരക്കി വന്നതാ. അയാളെ വിളിക്കേ. ക്ലീറ്റോ ചേട്ടാ, ക്ലീറ്റോ ചേട്ടാ.
എടാ ദുഷ്ട, നീ മനുഷ്യനാണോ അവിടെ? എന്റെ കുഞ്ഞ് എന്തോ എടുത്ത് കഴിച്ചിട്ട് ബോധമില്ലാതെ ആശുപത്രി മെഡിക്കൽ കോളേജിൽ കിടക്കുക. എന്റെ കുഞ്ഞിന് എന്തൊക്കെ സംഭവിച്ച അവന്റെ ശവം ഞാൻ നിന്നെ കൊണ്ട് തീറ്റിക്കും. എന്താ ഏത് കുഞ്ഞ് ആരാ പറയണ? ബിബിന്റെ അമ്മയാണോ ഞാൻ? നീ ഇന്നലെ ഫോൺ വിളിച്ചിട്ട് നിന്റെ അളിയൻ SI ആണെന്നും അവനെ വിളിച്ച് ഇടിപ്പിക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ ഒന്നും അറിയാത്ത പോലെ നീ മലക്കം അറിയില്ല. നിന്നെ ഞാൻ വെറുതെ വിടില്ല. എന്റെ ചേച്ചി, നിങ്ങളിത് എന്തറിഞ്ഞിട്ടാ? കിട്ടാനുള്ള പൈസ തിരിച്ചു ചോദിക്കുന്നത് അത്ര വലിയ കുറ്റമാണോ? അത് തെറ്റല്ല, പക്ഷെ പൈസ വേണമെന്നും പറഞ്ഞ് ഭീഷണിപ്പെടുന്നത് ശരിയാണോ? അതെ, നിങ്ങൾക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ സ്റ്റേഷനിൽ ഒരു പരാതി തരും, നമുക്ക് അന്വേഷിക്കാം. സാറാണ് ഈ മനുഷ്യന്റെ SI അളിയൻ. അളിയനും മച്ചമ്മയൊക്കെ വീട്ടിലാണ്. നിങ്ങൾ പറയാൻ സത്യമാണെങ്കിൽ ഞാൻ കേസെടുക്കാം. എന്തിനാണ് സാറേ നിങ്ങൾ ഈ അളിയനെ രക്ഷിക്കാനല്ലേ നോക്കൂ? പക്ഷെ ദൈവത്തിനാണ് സത്യം, എന്റെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ച നിങ്ങളെയും കൊന്ന് ഞാൻ ജയിലിൽ പോകും. ഇത് സൈവ സത്യം. എന്തുവാണ്, എന്ത് വിവരക്കേടാണ് കാണിക്കുന്നത്? ആ സ്ത്രീ പറഞ്ഞു കേട്ടാ, ആ പയ്യൻ എന്തെങ്കിലും സംഭവിച്ചാ നീ അകത്ത് കിടക്കും. ഞാൻ പൈസ പൈസ നിങ്ങളോട് ഞാൻ ഇന്നലെ പറഞ്ഞാണോ വേണ്ട വേണ്ട നിർത്താൻ? ഇന്നലെ ക്ലീറ്റോച്ചേട്ടന്റെ ചാട്ടം കണ്ടപ്പോഴേ ഓർത്തതാ. ഞാൻ വേറെ ഒന്നും ഉദ്ദേശിച്ച് പറഞ്ഞല്ല, ഞാൻ വെറുതെ ഒരു... നീ ഒന്നും ഉദ്ദേശിച്ചിട്ടില്ല, പക്ഷെ അവൻ ഉദ്ദേശിച്ച അതാണ് അവൻ അങ്ങനെ ചെയ്തത്. എടാ, ആ ചെറുക്കന് വല്ലതും പറ്റിയ എന്ത് ചെയ്യും? ഇവകത്തും ജാമ്യം പോലും കിട്ടില്ല. ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് പറ. ഇപ്പൊ ഇനി പരാതി എങ്ങനെ കൊടുക്കണമെന്ന് അറിയില്ല. പിന്നെ മാത്രമല്ല, ആ പയ്യനൊന്നും വരാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം നമുക്ക്. അതേ ഉള്ളൂ ഇപ്പൊ ചെയ്യാൻ. നിങ്ങളുടെ വായി നോക്കോണ്ടല്ലോ, ഇവിടെ കിടന്ന് അലക്കണ പോലെ നാട്ടുകാരെടുത്ത് ചെന്നിട്ടുണ്ടെങ്കിലുണ്ടല്ലോ ഇങ്ങനെയൊക്കെ വരും. ദൈവമേ, എനിക്ക് 2 പിള്ളേർക്കും സമാധാനം എന്ന് പറയണ തരരുത് നിങ്ങള്. ഇല്ലേ, നിങ്ങളിങ്ങനെ വിഷമിക്കാതെ. എനിക്ക് തോന്നുന്നത് പരാതി ഇതുവരെ അവിടെ എത്തിയിട്ടുണ്ടാവില്ല. അങ്ങനെ ഞാൻ അറിയല്ലോ. നമുക്ക് ഈ പുറത്തെവിടെയെങ്കിലും വെച്ച് പരിഹരിക്കാൻ പറ്റും നോക്കട്ടെ. ടീച്ചർ ചേട്ടൻ ആരെയോ കാണാൻ വേണ്ടിട്ട് പുറത്തേക്ക് പോയിരിക്കുക. നീ അവനെ വിളിച്ചിട്ട് ദൂരോട്ടൊന്നും പോകണമെന്ന് പറഞ്ഞേക്കണേ. ഓ, പരാതിയൊന്നും തോന്നുന്നു. സാറാ, സർ. ആ സർ, എനിക്ക് തോന്നുന്നത് ഈ പെട്ടെന്നുള്ള ഒരു വികാരത്തിലങ്ങ് പറഞ്ഞു പോയതാണ്. ആ സർ, ആ ഞാൻ ഹാജരാക്കാം. ആ സർ, സർ. എന്താ പറഞ്ഞ? എന്താ പരാതിയൊന്നും അവരേത് MLA MP കണ്ടിട്ട് SP സാർ നേരിട്ടാണ് പരാതി കൊടുത്തിരിക്കുന്നത്. നീ ഒരു കാര്യം ചെയ്യ്, അവനോട് വിളിച്ചിട്ട് ബാഗ് കൊണ്ടുവരാൻ പറ. സ്വിച്ച് ഓഫാ. സ്വിച്ച് ഓഫാ. സാറെന്താ പറഞ്ഞത്? ഇപ്പൊ എന്താ പറഞ്ഞത്? പറ, എന്താ പറഞ്ഞെന്ന്. നേരിട്ട് ഹാജരാകാൻ പറഞ്ഞേക്കാം. നിന്നെ അറസ്റ്റ് ഉണ്ടാവും. ദൈവമേ, എടി നീ സമാധാനായിട്ടിരിക്കേ. ഞാനില്ലേ തങ്കം, ഞാനില്ലേ, നമുക്ക് എന്താണെന്ന് ചെയ്യാന്നേ. ക്ഷമിക്കല്ലേ. ഞാൻ ഹോസ്പിറ്റലിൽ പോയി അന്വേഷിക്കണം എന്താണെന്ന്. അവൻ വരാൻ നീ എന്നെ വിളിക്കുക. തൊപ്പി എടുത്തില്ലേട്ടാ ഫോണൊക്കെ. സമാധാനായിട്ടിരിക്കടി. ഹലോ ഹലോ
ആ കനകന പ്രീറ്റോ ചേട്ടനെ വിളിച്ചിട്ട് കിട്ടണേ ഇല്ല ഏട്ടാ. ഇപ്പോഴും സ്വിച്ച് ഓഫ്. എന്തായി? സ്റ്റേഷനിൽ എന്താ പറയണേ? ആ പയ്യന് ഇതുവരെ ബോധം വീണിട്ടില്ല. പയ്യനെ ഇതുവരെ ബോധം വീണിട്ടില്ല. കുറച്ച് ക്രിട്ടിക്കലാണ്. ഈ ആശുപത്രിയുടെ പരിസരത്തൊക്കെ അവന്റെ ആൾക്കാരൊക്കെ ഓരോന്ന് പറയാനുണ്ട്. ക്ലീറ്റ് വേണം കിട്ടിയ അവര് നിങ്ങൾ പോലീസുകാരെന്താ പറയുന്നത്? അറസ്റ്റ് ചെയ്യാനാ പറയുന്നത്. ഞാൻ CI സാറിന്റെ കൈയും കാലും പിടിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്, പറ്റുമെങ്കിൽ നമുക്ക് ഞാൻ ഉദ്ദേശിക്കുന്ന എങ്ങനെയെങ്കിലും ഇതൊന്ന് പുറത്ത് വെച്ച് കോംപ്രമൈസ് ചെയ്യാനാണ് നോക്കുന്നത്. അതല്ലാതെ വേറെ മാർഗമില്ലേ. ക്ലീറ്റ് എവിടെ ഉണ്ടെന്ന് എങ്ങനെ അറിയും? നിങ്ങൾ ഈ ഫോണിൽ കൂടി എന്തൊക്കെയോ നോക്കിയിട്ട്. നീ ഒന്ന് സമാധാനമായിട്ട് ഇരിക്കടി. ഞാൻ എങ്ങനെ സമാധാനപ്പെടും കനക? കിട്ടാനുള്ള പൈസ ചോദിക്കുന്നത് അത്ര വലിയ തെറ്റാണോ? ഈ ചെറുക്കൻ ഇങ്ങനെ പോയി ചാവാൻ നോക്കൂന്ന് ക്ലീറ്റോൺ അറിയാവോ? അതുകൊണ്ടല്ലേ ഇതിന്റെ പേരിൽ ക്ലീറ്റോൺ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിലുണ്ടല്ലോ സത്യമായിട്ട് ഞാൻ ജീവിച്ചിരിക്കും. പിന്നെ നിനക്ക് മാത്രമല്ല, നമുക്കൊന്നും ആരുമല്ലല്ലോ. മര്യാദയ്ക്ക് അവിടെ എടുത്തോളാം കേട്ടാ. എല്ലാരും വിഷമിച്ചിരിക്കല്ലേ? സത്യമായിട്ട് ഞാൻ നേരെ പരാതിയാണ്. ഞാൻ പെടുവിളിയ. നീ എവിടെയായിരുന്നടാ? നിന്നെ അറസ്റ്റ് ചെയ്യാനാ ഓർഡർ. ഞാൻ CI സാറിന്റെ കൈയും കാലും പിടിച്ചെന്ന് ഹോൾഡ് ചെയ്തിരിക്കുക. ഞാൻ സാറിനോട് ഉള്ള കാര്യമെല്ലാം പറഞ്ഞപ്പോ അവന്റെ പരിചയമുള്ള ഒരാളിന്റെ ഗോഡൌണിൽ ഞാൻ ഒളിച്ചിരിക്കുകയായിരുന്നു. ഫോൺ ഓഫ് ചെയ്ത് വെച്ച് പിന്നെ അന്വേഷിച്ചപ്പോ ഓഫീസിലൊക്കെ ആരോ വന്ന് പ്രശ്നം ഉണ്ടാക്കിയതറിഞ്ഞു. സത്യത്തിൽ ഞാൻ ഒന്നും പറഞ്ഞില്ല. അവര് ചെറുക്കൻ എങ്ങനെയുണ്ട് ഇപ്പൊ? ക്രിട്ടിക്കല. ചേട്ടൻ എവിടെ ഇല്ലായിരുന്ന? ക്ലീറ്റോ ചേട്ടൻ ഇങ്ങോട്ട് പോന്നാ പോരായിരുന്ന? ഒരു പോലീസ് ഉദ്യോഗസ്ഥരല്ലേ, ഇനി ഇതുകൊണ്ട് അവനെന്തെങ്കിലും കുഴപ്പം വന്നാലോ? എനിക്കെന്ത് ബുദ്ധിമുട്ടാ? ഞാൻ ഒരു പോലീസുകാരൻ മാത്രമാണോടാ. നിന്റെ കൂട്ടുകാരനും അളിയനൊക്കെ അല്ലേ. നിനക്കൊരാവശ്യം വരുമ്പോ ഞാനല്ലേ കൂടെ വയ്ക്കേണ്ടത്? എനിക്കെന്റെ കുടുംബം വലുത്. അത് താങ്ങി നിർത്താൻ വേണ്ടി എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ ചെയ്യും. നീ ധൈര്യമായിട്ടിരിക്കും. ചെറുക്കൻ എന്തെങ്കിലും സംഭവിക്കോളിയാ? ഒന്നും സംഭവിക്കരുതെന്ന് പ്രാർത്ഥിക്കാം. സാറേ, ഇവനെ പുറത്തിറക്കണ്ട. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ഇപ്പൊ വിളിച്ച് പറഞ്ഞോളാം. ഞാനൊരു അഡ്വക്കേറ്റിനെ കണ്ടിട്ട് ജാമ്യത്തിലുള്ള കാര്യങ്ങൾ റെഡിയാക്കാം. ഒന്നുമില്ലടാ, ഞാനിവിടെ ഇല്ലേ. പിള്ളേരുടെ കാണുന്നുണ്ട്. പിന്നെ എല്ലാം കഴിഞ്ഞിട്ട് പ്രാർത്ഥിക്കണേ. ഒന്നുമില്ലടാ. മോള് കഴിച്ച? അമ്മ കഴിച്ചു. അമ്മ കഴിച്ച് അവന്റെ ഉറങ്ങുന്ന. ഡാഡി വന്ന്. ഡാഡി നല്ല ഉറക്കമാ, ഭയങ്കര തലവേദന എന്നും പറഞ്ഞ് ഡാഡി നേരത്തെ കയറി കിടന്നുറങ്ങി. ഇല്ല, അമ്മ കരയണൊന്നുമില്ല. എന്തിനാ അമ്മ കരയുന്നേ? ഇല്ലടി പെണ്ണെ, തലവേദന എടുത്തിട്ട് ഞാൻ കിടക്കണതിന് മുമ്പ് നിന്നെ ഒന്ന് വിളിച്ചതാ. പഠിക്കുന്നുണ്ടല്ലോ അല്ലേ? അമ്മ ഡാഡിനെ നാളെ വിളിപ്പിക്കാം. ഉറങ്ങട്ടെ. ശരി എന്നാ ഉമ്മ.
അമ്മ എന്താ ഡാഡിയോട് ഉണ്ടെന്ന് ചേച്ചിയുടെ എന്തിനാ കള്ളം പറഞ്ഞേ? ഡാഡിയെ പോലീസ് പിടിച്ചോണ്ടു പോവാൻ പോകുന്നെന്ന്. അവള് അവിടെ ദൂരെയല്ലേ, അവൾക്ക് വിഷമം വരൂലേ? അമ്മയും മോനും ഡാഡിയൊക്കെ വിഷമത്തിലാന്നറിഞ്ഞ അവൾ അവിടെ നിന്ന് വിഷമിക്കൂലേ? കൊച്ചവിടെ ഒറ്റയ്ക്കല്ലേ? ഇവിടെ ആകുമ്പോൾ നമ്മളെല്ലാവരും ഇല്ലേ? പിന്നെ ഡാഡിനെ പോലീസൊന്നും പിടിക്കൂല. ആരും പറഞ്ഞു പോലീസ് പിടിക്കുമെന്ന്? പിന്നെ ഡാഡി എന്തിനു ഒളിച്ച് താമസിക്കണേ? ഒളിച്ചു താമസിക്കണത് എന്താന്ന് വെച്ചാല് അതൊക്കെ പിന്നെ പറയാ. നീ ഇങ്ങ് വന്നേ. എന്തിനാ ഉറങ്ങി കിടന്നിട്ട് പിന്നെ ഇപ്പൊ എഴുന്നേറ്റത്തിനാ? അമ്മ ഒന്ന് കിടക്കട്ടെ, കയ്യിലൊന്ന് കിടക്കട്ടെ. സാറേ സാറേ മെമ്പറാ, എന്ത് വേണം? എനിക്ക് എന്താ വേണ്ടതെന്ന് ഇനിയും പറയണം സാറേ. നിങ്ങളുടെ അളിയനെ അറസ്റ്റ് ചെയ്യിക്കാൻ വേണ്ടി എവിടെ ഒളിപ്പിച്ചു വെച്ചിരിക്കുമല്ലേ? ആരെങ്കിലും എവിടെയെങ്കിലും എന്തെങ്കിലും പറയാൻ ഇവിടെ ചാടാൻ നിൽക്കല്ലേ നിങ്ങള്? സാറേ, അയാളെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം, അല്ലെങ്കിൽ അതിന്റെ ഭവിഷ്യത്തുണ്ടല്ലോ ഭയങ്കരമായിരിക്കും. നിയമവും നീതിയൊക്കെ വെറുതെ പറഞ്ഞാൽ മാത്രം പോരെ സാറേ, അത് പ്രവൃത്തിയിലും കൂടി വേണം. എന്തായാലും നിങ്ങൾ അളിയനെ വെറുതെ വിടുമെന്ന് വരുന്നുണ്ട. വെറുതെ വിടണ്ട, കൊണ്ടുപോയി പിടിച്ച് തിന്ന് സമാധാനമാവുമെങ്കിൽ. നിന്റെ ഭർത്താവിന് ഒരു പ്രശ്നം വന്നപ്പോൾ നിനക്ക് പൊള്ളു അല്ലേടി? അതിനേക്കാളും പൊള്ളു എനിക്ക്. 10 മാസം സുമന്ന് പ്രസവിച്ച എന്റെ മോനാണത്. അതെ, നിങ്ങളുടെ വികാരമൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാവും. കേസ് അതിന്റെ രീതിക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് ക്ലൈറ്റസിനെ പിടിക്കാൻ തന്നെയാണ് ഞങ്ങൾ നോക്കുന്നത്. നിങ്ങൾ ആദ്യം ചെന്ന് നിങ്ങളുടെ മോനൊന്നും വരാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ നോക്ക്. ഇവിടെ ആരും എന്റെ മോന് വേണ്ടിയിട്ട് മുതല കണ്ണീരൊഴുക്കണ്ട. സാറേ, SP ഓഫീസിൽ നിന്ന് വിളിച്ചിരുന്നല്ലേ? അതൊക്കെ ഡിപ്പാർട്ട്മെന്റ് കാര്യങ്ങളാണ്. അത് നിങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട കാര്യം എനിക്കില്ല. മനസ്സിലായല്ലോ പറഞ്ഞത്? എന്റെ പൊന്നു ചേച്ചി, ഞങ്ങൾ ഇവിടെ ആരെയും ഒളിപ്പിച്ചൊന്നും വെച്ചിട്ടില്ല. ചേച്ചിക്ക് സംശയം ഉണ്ടെങ്കിൽ കയറി നോക്ക്. നിങ്ങൾ അവനെ ഏത് കൂട്ടിൽ കൊണ്ട് ഒളിപ്പിച്ചാലും ദൈവമുണ്ട്, അത് മറക്കണ്ട. സാറേ, സാറ് യഥാർത്ഥ നിയമപാലകനാണെങ്കിൽ, ന്യായത്തിന്റെ ഭാഗത്ത് നിൽക്കുന്ന ആളാണെങ്കിൽ അയാളെ കണ്ടുപിടിക്കാൻ സാറ് നമ്മളെ കൂടെ വരണം. പോലീസുകാർ എപ്പോഴും നിയമത്തിന്റെ നീതിയുടെ കൂടെ തന്നെയാണ് നിൽക്കുന്നത്. നിങ്ങൾ അത് ഞങ്ങൾ പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. മനസ്സിലായില്ലേ? നിനക്കും ഉണ്ടല്ലോ 2 എണ്ണം. കണക്ക് ചോദിക്കാതെ കാലം കടന്നു പോവില്ല. സാർ, ഞാൻ എന്താ വരുന്നത്? ശരി ശരി. ഓക്കെ. ചായ പിടിച്ചേ. എനിക്ക് വേണ്ട അച്ഛ. എന്റെ ചേച്ചി ഒന്നും കഴിക്കാതെ കുടിക്കാതിരുന്നാൽ എങ്ങനെയാ? കുടിച്ചേ, കുടിക്ക് കുടിക്ക് കുടിക്ക്. വേണ്ട, എനിക്ക് വേണ്ട. കുടിക്കാൻ. അവനെ വിളിച്ചിട്ട് എന്ത് പറഞ്ഞു? ഹോസ്പിറ്റലിലാ. ചെറുക്കനും എങ്ങനെയുണ്ട്? ഈ ബോധം വീണിട്ടില്ലെന്നാ പറഞ്ഞത്, വേറൊന്നും പറഞ്ഞില്ല. എന്റെ ചേച്ചി കുടിക്ക്. ചേച്ചി എങ്ങനെ ഇറങ്ങി പോവില്ലേ? കണ്ട, അവനും വിഷമിച്ചിരിക്കുന്നു. ഒന്നുമില്ലപ്പാ. എന്തൊരു ഗതികേടാന്ന്. പേടനില്ല. അവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ എന്നെ വിളിക്കും. ഡാഡി എവിടെ പോയി? ഡാഡി എന്തായി? വീട്ടിൽ എന്തിനിപ്പോ പുറത്തോട്ട് ഇറങ്ങിയ? എടി, ചില പ്രശ്നങ്ങളൊക്കെ നമ്മുടെ പരിധിക്ക് പുറത്താ. നമ്മൾ എത്ര ശ്രമിച്ചാലും അതിനൊരു പരിഹാരം കണ്ടെത്താനും പറ്റൂല. പക്ഷെ അവിടെയാണ് ദൈവം എന്ന് 2 അക്ഷരത്തിന്റെ പ്രസക്തി. നടന്നെന്താണെന്ന് പറഞ്ഞൊരു കളയാ. ആ ചെറുക്കന് ബോധം വന്ന്. അപ്പൊ അവൻ പറഞ്ഞു, ഞാൻ കാരണമല്ല അവൻ ആത്മഹത്യ ചെയ്തതെന്ന്. അവനെന്തോ ഓൺലൈനിൽ നിന്നെന്തോ ലോൺ എടുക്കുകയെന്തോ ചെയ്തിരുന്നത്. അവരുടെ ഭീഷണി കാരണമാണ് അവൻ ആത്മഹത്യക്ക് ശ്രമിച്ചതെന്ന്. ഞാൻ നിരപരാധിയായി. പോലീസിനെ മൊഴി കൊടുത്തു. അല്ലയാ, ഇനിയെങ്കിലും നാവ് നിയന്ത്രിക്കണം.
ഇതാണ് നമ്മുടെ നേട്ടത്തിനും പ്രശ്നങ്ങൾക്കൊക്കെ കാരണം. അത് മറന്നുകൊണ്ട. സത്യത്തിൽ എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഏട്ടൻ ഒറ്റരാളുടെ ബലത്തിലാണ് ഞങ്ങള് പിടിച്ചു നിന്നത്. ഏട്ടനൊന്ന് പന്തലിരുന്നെങ്കിൽ ഞങ്ങളുടെ കാര്യം തീർന്നു. പോലീസുകാരാ, ഓ നീ കനകനല്ല, നീ തങ്കനാണ്. തങ്കൻ, തനി തങ്കൻ.